ഹലോ അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻ്റ് എന്തെല്ലാം ഒന്ന് നോക്കാം. 500 ഗ്രാം ചിക്കൻ, വലിയുള്ളി 2 എണ്ണം, ക്യാപ്സിക്കം 1, ക്യാരറ്റ് 1 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തത്, വെളുത്തുള്ളി 4 ഇല്ലി ഒന്ന് ചെറുതായി കട്ട് ചെയ്തത്, സ്പ്രിംഗ് ഓണിയൻ 4 ഉണക്കൽ മുളക്. ഇനി ചിക്കന് ഒരു കോട്ടിങ് കൊടുക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, സോയ സോസ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, കുറച്ച് വെള്ളമൂടെ ഒഴിച്ച് ഒന്നൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തു. ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തത്. ഇത് നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇനി അതിലോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ ടൈമിൽ ഇട്ട് കൊടുത്താലും മതി. ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഇനി അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവ് കുറച്ച് ലൂസാവും. അപ്പോൾ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ കൂടെ ചേർത്ത് മാവ് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. ഇപ്പം മാവെല്ലാം നല്ല കട്ടി ആയി വന്നു. ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് 7 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ കുഴച്ച് വെച്ച ചിക്കനിന്ന് ഓരോ ചിക്കൻ പീസുകൾ വിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നാകെ കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് മറിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓരോന്നായിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നു. ഇതുപോലെ ആയാൽ മതി, കൂടുതലാവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തിട്ട് എടുത്തു. ഇനി ഒരു പാനിലോട്ട് സെയിം ഓയിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തു. അതിലോട്ട് ഒരു 6 അണ്ടിപ്പരിപ്പ് ചെറുതായി ചതച്ചെടുത്തതാണ്. അതുകൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് അതുകൂടെ ചേർക്കാം. അതും റെഡി ആയതിന് ശേഷം അതിലോട്ട് വലിയ ഉള്ളിയുടെ ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഇനി അടച്ചു വെക്കാം. ഉള്ളി ചെറുതായി സോഫ്റ്റ് ആയി വരണ വരക്കും. ഇപ്പോൾ ഉള്ളി സോഫ്റ്റ് ആയി വന്നു. ഇനി അതിലോട്ട് വറ്റൽമുളക്, ക്യാരറ്റ് ഇട്ട് ഇളക്കി കൊടുക്കാം. അത് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ചെറുതായി സോഫ്റ്റ് ആയി വരണം ക്യാരറ്റ്. ഇപ്പോൾ ക്യാരറ്റും സോഫ്റ്റ് ആയിട്ട് വന്നു. ഇനി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ചേർക്കാം. അതൊന്ന് ഇളക്കാം. അതിനുശേഷം ചൈനീസ് മസാല ചേർക്കാം. ചില്ലി സോസ് 1.5 ടീസ്പൂൺ, സോയ സോസ് 1/4 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 2 ടീസ്പൂൺ. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളും അതൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. ആ മസാല ഫുള്ളും ചിക്കനിലോട്ട് പിടിക്കേണ്ട രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇന്ന് എൻ്റെ സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. തൊണ്ടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇപ്പോൾ ഡ്രാഗൺ ചിക്കൻ എല്ലാം റെഡിയായി. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ, വെള്ള എള്ള്,
അതുകൂടെ ചേർത്തി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നു ചിക്കനിൽ നിന്ന്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് വിളമ്പാം. ഞാൻ ഗാർണിഷ് ചെയ്തത് സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, എള്ള്, ക്യാപ്സിക്കം ഇട്ടിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.